ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുകയായിരുന്നു. കാരണം നമ്മൾ ഈ വീഡിയോ ഇട്ടാൽ മാത്രം പോരല്ലോ, അയച്ച സുഹൃത്തുക്കളുടെ കമന്റുകൾക്ക് മറുപടിയോടെ അയക്കണമല്ലോ, അല്ലെങ്കിൽ കമന്റുകൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ ഇന്നലെ ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞ വീഡിയോയുടെ അടി വന്ന ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചു. ഒരു സഹോദരൻ പറഞ്ഞിരിക്കുകയാണ്, ചുരുക്കത്തിൽ ഞാൻ അന്ധവിശ്വാസിയാണല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു ചന്ദനക്കുറി തൊട്ടെന്ന് പറഞ്ഞ ഒരു ശ്ലോകം ചൊല്ലിയെന്ന് പറഞ്ഞിട്ടോ ക്ഷേത്രത്തെ കുറിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞിട്ടോ ഞാൻ എങ്ങനെയാ സുഹൃത്തെ അന്ധവിശ്വാസിയാകുന്നത്? ഞാൻ രാവിലെ എണീറ്റിട്ട് ആദ്യം ചെയ്യുന്നത് എന്റെ കൈകൾ നോക്കിയിട്ട് ഒരു ശ്ലോകം ചൊല്ലും. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, മംഗളം കരദർശനം അല്ലെങ്കിൽ പ്രഭാതേ കരവന്ദനം എന്ന് ചൊല്ലാറുണ്ട്. കൈയുടെ അറ്റത്ത് ലക്ഷ്മി ദേവി ഇരിപ്പുണ്ടെന്നോ മധ്യത്ത് സരസ്വതി ഇരിപ്പുണ്ടെന്നോ അല്ലെങ്കിൽ കൈയുടെ അടിയിൽ ഗൗരി ദേവി ഇരിപ്പുണ്ടെന്നോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ലക്ഷ്മി ദേവി സമ്പത്തിന്റെ ദേവതയാണ്, സമ്പത്തിന്റെ പ്രതീകമാണ്. സരസ്വതി ദേവി ജ്ഞാനത്തിന്റെയും അറിവിന്റെയും പ്രതീകമാണ്. ഗൗരി ദേവി ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമാണ്. നമ്മൾ ദിവസവും എല്ലായിടവും പ്രാർത്ഥിക്കുന്നത് തന്നെയല്ലേ, എനിക്ക് സമ്പത്ത് തരൂ, എനിക്ക് അറിവ് തരൂ, എനിക്ക് ധൈര്യം തരൂ, ശക്തി തരൂ എന്നല്ലേ നമ്മൾ ഇവിടെ പോയാലും ഏത് ആരാധനാലയത്തിലും എവിടെ പോയാലും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മനഃശാസ്ത്രം പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിന് ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണമെന്നാണ്. ശാസ്ത്രം പറയുന്നത് നമ്മളിൽ അധിഷ്ഠിതമായി നമ്മൾ കേന്ദ്രീകൃതമായിരിക്കണമെന്നാണ്. ആത്മീയതലം പറയുന്നത് പുറത്തല്ല ഈശ്വരനെ തേടേണ്ടത്, നമ്മുടെ ഉള്ളിലാണെന്നാണ്. രാവിലെ നമ്മുടെ തലച്ചോറ് ഒരു പ്രത്യേക ഒരു അവസ്ഥയെ നിൽക്കുകയാണ്, അല്ലെ തുടക്കത്തിലെ ആ ദിവസത്തിന്റെ തുടക്കത്തിന്റെ ഒരു ഫ്രഷ്നെസ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് മൊബൈലിലെ മറ്റു ന്യൂസുകളോ മറ്റു വാർത്തകളോ ഒക്കെ ആണെങ്കിൽ ആ ദിവസം മുഴുവൻ ശരീരം അതിനുവേണ്ടി തയ്യാറെടുക്കും, ഒരു നെഗറ്റീവ് എനർജി സ്വീകരിക്കാൻ തയ്യാറെടുക്കും. അതുകൊണ്ടാണ് ഭാരത സംസ്കാരം പറയുന്നത് നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ഭാവിയും ഒക്കെ നിശ്ചയിക്കുന്നത് നമ്മുടെ കൈകളാണ്. ആ കൈകളെ നമ്മൾ ബന്ധിച്ചിട്ട് നമ്മളോട് പറയുക, എനിക്ക് ഐശ്വര്യം വേണമെങ്കിലോ, എനിക്ക് സമൃദ്ധി വേണമെങ്കിലോ, എനിക്ക് ശക്തി വേണമെങ്കിലോ, ധൈര്യം വേണമെങ്കിലോ അതെന്റെ കൈകളിലാണ്, എന്റെ പ്രവൃത്തികളിലാണെന്ന് പറയുന്ന ഒരു വിശാലമായ സന്ദേശമാണ്. അതിനകത്തൊരു സംസ്കൃത ശ്ലോകം ചൊല്ലിയെന്ന് കരുതിയിട്ടോ അല്ലെ ഹിന്ദു എന്നൊരു പേര് പറഞ്ഞെന്ന് കരുതിയിട്ടോ അതൊന്നും ഒരിക്കലും ഒരു മതത്തിന്റെയും അന്ധവിശ്വാസമൊന്നുമല്ല. ഞാൻ ഒരിക്കലും ഹിന്ദുവിനെ എന്ന് പറയുന്ന ഒരു മതമായിട്ട് കാണുന്നില്ല. അതൊരു സംസ്കാരമാണ്, അത് വേ ഓഫ് ലൈഫാണ്, ജീവിത രീതിയാണ്. ഈ ലക്ഷ്മിയും സരസ്വതിയും കൃഷ്ണനും രാധയും പരമശിവനും എല്ലാം ഓരോ പ്രതീകങ്ങളാണ്. നമ്മുടെ സംസ്കാരം നമുക്ക് കാണിച്ചു തരുന്ന ഓരോ പ്രതീകങ്ങളാണ്. ഈ പ്രപഞ്ചം മുഴുവന് കാറ്റ് നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു നല്ലൊരു ചൂട് വരുമ്പോൾ നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്ക് ചൂട് മാറില്ലല്ലോ, നമ്മൾ വിയർപ്പ് മാറില്ലല്ലോ. അതിനുവേണ്ടി നമ്മൾ ഒരു ഫാനിന്റെ ചൂട് ചെന്നിരിക്കണം. അത് കാറ്റിനെ സ്വീകരിച്ച് നമ്മളിലേക്ക് അടിക്കുകയാണ്. ഓരോ ക്ഷേത്രങ്ങളും ഓരോ പ്രതീകങ്ങളും ഒക്കെ നമ്മളെ തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങൾ മാത്രമാണ് സുഹൃത്തെ. നമ്മളെല്ലാം ഈ മണ്ണിൽ, ഭാരത മണ്ണിൽ ജനിച്ച ആൾക്കാരാണ്. ബേസിക്കലി നമ്മളൊക്കെ ഭാരതീയരാണ്, നമ്മളൊക്കെ ഹിന്ദുക്കളാണ്. ഹിന്ദു എന്ന് പറയുന്നത് മതമില്ലാത്തൊരു സംസ്കാരമാണ്. ഏത് മതത്തെ വിശ്വസിക്കുന്നവരായാലും നമ്മൾക്ക് ബേസിക്കലി ഹിന്ദുക്കളാണ്. എന്റെ സുഹൃത്തെ, ഞാനൊരു അന്ധവിശ്വാസിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടെങ്കിൽ അതെന്റെ കുഴപ്പമില്ല. ഈ സംസ്കാരത്തെ മനസ്സിലാക്കാത്ത താങ്കളുടെ കുഴപ്പമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ.